നമസ്കാരം. ഒരു പനിനീർ പൂവിൻ്റെ സുഗന്ധവും ആർദ്രതയുമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഡോക്ടർ MK മുനീർ. അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെ പറയും, ഇങ്ങനൊരു മനുഷ്യനെ എങ്ങനെ രാഷ്ട്രീയക്കാരനാവാൻ കഴിയുമെന്ന്. ഓർക്കണം, ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ എന്ന അതിപ്രഗത്ഭൻ്റെ മകനാണ്. മെഡിക്കൽ ഡോക്ടറാണ്. 3 തവണ മന്ത്രിയായ ആളാണ്. അതും പൊതുമരാമത്ത് പോലെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൈയിട്ട് വാരാൻ പറ്റുന്നൊരു വകുപ്പ് ഭരിച്ച മന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മരുമകനെ മന്ത്രിസഭയിൽ എടുത്തപ്പോൾ പൊതുമരാമത്ത് തന്നെ നൽകിയത് ഏറ്റവും അധികം കൈയിട്ട് വാരാൻ പറ്റുന്ന വകുപ്പ് എന്ന നിലയിൽ തന്നെയാണ്. അത്തരമൊരു വകുപ്പ് ഉത്തരവാദിത്വത്തോടെ നടത്തിയ ആൾ ഇപ്പോഴും ജനപ്രതിനിധിയാണ്, MLA ആണ്. 2016 തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടപ്പോൾ 2021 മുനീറിനെ ഇറക്കിയാണ് അത് പിടിച്ചത്. അത്ര ജനപ്രീതിയുള്ള ജനകീയനായ ഒരു മനുഷ്യനാണ് ഡോക്ടർ മുനീർ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി അദ്ദേഹത്തിൻ്റെ നടക്കാവിലെ വസതിയിൽ പോയി കണ്ടിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണ്. അദ്ദേഹം ദീർഘകാലം ആശുപത്രിയിലായിരുന്നു. ആശുപത്രി ഡിസ്ചാർജ് ചെയ്തു. കാലിന് ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളപ്പോഴാണ് ഞാൻ പോയി കാണുന്നത്. കുറേ നേരം അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു. വലിയ ആദരവ് തോന്നി. ഇത്തരം രാഷ്ട്രീയക്കാർ നമുക്ക് ചുറ്റും വളരെ കുറവാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകനായ 3 തവണ മന്ത്രിയായിരുന്ന 4 നൂറ്റാണ്ടിലേറെ MLA ആയി തുടർന്ന ഡോക്ടർ മുനീറിൻ്റെ വീട് ജപ്തി ചെയ്യുന്നു എന്ന വാർത്ത എങ്ങനെയാണ് നമുക്ക് ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിയുന്നത്? മുനീറിൻ്റെ പിതാവായിരുന്ന CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന വീടാണത്. ഒരു കാലത്ത് ലീഗിൻ്റെ ആസ്ഥാനം ആ വീടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കും. ആ വീട് ജപ്തി ചെയ്തു പോവുകയാണ്. വീടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 70 ലക്ഷം രൂപ അദ്ദേഹം വായ്പ എടുക്കുന്നു. അതിൽ 60 ലക്ഷവും അദ്ദേഹം അടച്ചു തീർത്തു. പക്ഷേ പലിശയും പലിശയുടെ മേൽ പലിശയുമായി ഇനിയും ഏതാണ്ട് 58-59 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. ഇപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ 10 ലക്ഷം കുറച്ച് 49 ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ കഴിയും. ഒറ്റയടിക്ക് അടയ്ക്കണമെന്ന് മാത്രം. അത് ഈ മാർച്ച് 31 മുൻപ് അടച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വീട് ജപ്തിയാവുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഈ കൂടുതൽ പലിശയും ഇനി വരാൻ പോകുന്ന പലിശയും അടയ്ക്കുകയും ചെയ്യണം. ഈ വാർത്ത പുറത്തു വന്നതോടെ വൈകാരികമായി തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങി. മലബാറിൽ മുസ്ലിം സമ്പന്നർ അനേകം പേരുണ്ടെന്ന് നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കട നടത്തുന്നവർ, വലിയ വ്യവസായികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വളരെ അനായാസമായി മുനീറിൻ്റെ കടം തീർക്കാവുന്നതേ ഉള്ളൂ. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു, മറുനാടൻ പ്രേക്ഷകരോട് പറഞ്ഞ് ആ കടം തീർക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ആവശ്യമില്ല. ആ സമയത്ത് തന്നെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കടം തീർക്കാൻ നിരവധി പേർ എത്തിക്കാണുമെന്ന്. കാരണം അത്ര സാധുവായ, അത്ര സ്നേഹവാനായ ഒരു മനുഷ്യനാണ് ഡോക്ടർ മുനീർ. മുനീറിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ, പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ പറഞ്ഞു, അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, ഞങ്ങളത് തീർത്തോളാമെന്ന്. അല്ലെങ്കിൽ തന്നെ എത്രയോ സമ്പന്നരായ മനുഷ്യർ മലബാറിലുണ്ട്, അവർ അത് തീർക്കും. ഇങ്ങനൊരു കടബാധ്യത അദ്ദേഹത്തിന് ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തീർക്കുമായിരുന്നിരിക്കാം. അതാണ് ഡോക്ടർ മുനീർ. ആരുടെയും സഹായം തേടി പോകുന്നയാളല്ല. ഇന്നലെ വിവാദമുണ്ടായപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, പാർട്ടി ഉണ്ടാക്കിയ കടമല്ല, ഞാനുണ്ടാക്കിയ കടമാണ്. അതുകൊണ്ട് പാർട്ടിയോട് ഞാൻ എങ്ങനെ ചോദിക്കും, എനിക്ക് വേണ്ടെന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹത്തിന് കടബാധ്യതകൾ തീർക്കുമെന്ന് പാർട്ടി ഏറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഇതുപോലൊരു നിർമ്മലനായ മനുഷ്യനെ സഹായിക്കാനും പിന്തുണയ്ക്കാനും. അദ്ദേഹത്തിന് കടബാധ്യതകൾ തീർന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു മുഖ്യമന്ത്രിയുടെ മകൻ 3 തവണ മന്ത്രിയായിരുന്നയാൾ, അതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നയാൾ കടബാധ്യതയിലായത് എങ്ങനെയാണ്? അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. രാഷ്ട്രീയം ഒരു കച്ചവടമാണ്. രാഷ്ട്രീയത്തിൽ മത്സരിക്കണമെങ്കിൽ തന്നെ കോടികൾ വേണം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ കഴിയുന്ന തുക 40 ലക്ഷമാണെങ്കിൽ 4-5 കോടിയാണ് യഥാർത്ഥത്തിൽ ചെലവ്. അത്രയും പണം ശേഖരിച്ച് അത് മുടക്കണമെങ്കിൽ അതിലധികം പണം ഉണ്ടാക്കാൻ അറിയണം. പണം ഉണ്ടാക്കാൻ അറിയില്ല. പൊതുപ്രവർത്തനം സാമൂഹ്യ സേവനമായി കരുതിയാൽ സംഭവിക്കുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന പണമെല്ലാം ഇങ്ങനെ ചോർന്നു പോകും. ഇതാണ് മുനീറിന് സംഭവിച്ചത്. മുനീറിൻ്റെ മക്കൾ നല്ല നിലയിലാണ്, നല്ല ജോലിയുള്ളവരാണ്. അങ്ങനെ നല്ല നിലയിലുള്ള ജോലിയുള്ള മക്കളുള്ളത് കൊണ്ടുകൂടിയാണ് മുനീറിൻ്റെ ഒരുപാട് കടബാധ്യതകൾ ഇല്ലാതെ പോയത്. മുനീർ മനുഷ്യനെ സ്നേഹിക്കുകയും സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് കയ്യിലുള്ളതെല്ലാം അവർക്ക് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹം ഒരു പബ്ലിക്കേഷൻ ഹൗസ് നടത്തി, ഒരിക്കൽ പോലും ലാഭമുണ്ടാക്കിയിട്ടില്ല. ഒരു വാടക കെട്ടിടത്തിൽ ഒരു ആശുപത്രി നടത്തുന്നുണ്ട്, ലാഭമില്ല. അദ്ദേഹം ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ചാനൽ നടത്തി നഷ്ടം മാത്രം ഉണ്ടാക്കിയ മനുഷ്യനാണ്. രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഇന്ത്യ വിഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ഈ ആധുനിക കാലത്ത്. കേരളത്തിലെ ടെലിവിഷൻ സംസ്കാരത്തിന് തുടക്കമിട്ടത് ഇന്ത്യ വിഷനാണ്. ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യാത്തവരായി ആരും കേരളത്തിലെ ഒരു ചാനലിലും ഇപ്പോഴില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യ വിഷൻ്റെ ഉത്തരവാദിത്വവും മുടക്കുമുതലും മുനീറിൻ്റേതായിരുന്നു.
മുനീർ പലരിൽ നിന്നും പണം ശേഖരിച്ചാണ് ഇന്ത്യ വിഷൻ തുടക്കമിട്ടത്. എന്നാൽ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം പൂർണ്ണമായി കൊടുത്തു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇന്ത്യ വിഷന്റെ നടത്തിപ്പുകാരായ മാധ്യമപ്രവർത്തകർ ആദ്യം പാരവെച്ചത് മുസ്ലിം ലീഗിനാണ്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ മുൾമുനയിൽ നിർത്തി ആ വിഷയം വളർന്നപ്പോൾ മുനീറിന്റെ ശത്രുക്കളായി മാറി ലീഗിലെ പ്രബല വിഭാഗം. ആ എടുക്കാ ബാധ്യതയാണ് മുനീറിനെ കടക്കാരനാക്കി മാറ്റിയത്. മുനീർ അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യ വിഷൻ തുടങ്ങിവെച്ച സാമ്പത്തിക ബാധ്യതകൾ തലയിലേറി ജീവിക്കുന്നു. അതുകൊണ്ടാണ് അകാലത്തിൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യം നശിച്ചത്. ഇന്ന് അദ്ദേഹം കടുത്ത പ്രമേഹ രോഗിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെട്ടു. മത്സരിച്ചാൽ മന്ത്രിയാവേണ്ടയാളാണ്. പക്ഷേ ലീഗ് സീറ്റ് കൊടുത്തതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. കടബാധ്യതകളും വേദനകളും മാത്രമാണ് CHന്റെ മകന് ബാക്കിയുള്ളത്. അഴിമതി നടത്തി പണമുണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട്, കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് MK മുനീർ ഇങ്ങനെയായി തീർന്നു. സാമ്പത്തികമായി മുനീർ നഷ്ടമുണ്ടാക്കിയെങ്കിലും കേരളീയ സമൂഹത്തിന് മുനീർ നൽകുന്നത് അസാധാരണമായ മാതൃകയാണ്. ചെറ്റക്കുടിയിൽ ജീവിതം ആരംഭിച്ച് രാഷ്ട്രീയം നടത്തി കോടീശ്വരന്മാരായി തീരുന്ന, അനേകം ആഡംബര ബംഗ്ലാവുകൾ സ്വന്തമാക്കുന്ന, ലോകം മുഴുവൻ ചുറ്റി അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്ന നേതാക്കന്മാരുള്ള നാട്ടിൽ രാഷ്ട്രീയം നടത്തി ഒരാൾ തൻ്റെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തുന്നു എന്ന സാഹചര്യമുണ്ടായെങ്കിൽ അയാളുടെ കഴിവുകേടിനെ കുറിച്ചല്ല പറയേണ്ടത്, അയാളുടെ ആദർശധീരതയെക്കുറിച്ചാണ്. ഇത്തരം ആദർശധീരന്മാർ നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. ജെറിപ്പൂവക്കാൽ എഴുതിയ കുറിപ്പ് ഇത്തരണത്തിൽ വായിക്കുന്നത് ഉചിതമായിരിക്കും. അധികാരം, പണം, ഏകാന്തത, MK മുനീറിന്റെ ജീവിതം നൽകുന്ന വലിയ പാഠങ്ങൾ. ജീവിതം ഒരു പ്രഹേളികയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഉയരങ്ങൾ നാളെ ഒരു മണൽക്കാറ്റിൽ തകർന്നു വീഴാവുന്നതേ ഉള്ളൂ എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ഡോക്ടർ MK മുനീറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ. MBBS പഠിച്ച ഡോക്ടർ, കേരളത്തിന് മന്ത്രിയായിരുന്നു, സ്വന്തമായി ഒരു ചാനൽ ഉണ്ടായിരുന്നു, കോടീശ്വരൻ എന്ന് ലോകം കരുതിയിരുന്ന ഒരാൾ ഇന്ന് തൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണെന്നും വിൽക്കാൻ ഇനി ഒന്നുമില്ലെന്നും തുറന്നു പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ തകർച്ചയല്ല, മറിച്ച് ഓരോ മനുഷ്യനും പഠിക്കേണ്ട വലിയൊരു ജീവിത പാഠമാണ്. സമ്പത്ത് ഒരു മരീചികയാണ്. ഒരു കാലത്ത് അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി ചിത്രീകരിക്കും. കൈവശമുള്ള പണവും പദവിയും ശാശ്വതമാണെന്ന് നമ്മളും കരുതും. എന്നാൽ ബിസിനസ് തകർച്ചകളും ലോൺ തിരിച്ചടിയിലെ വീഴ്ചകളും ഒരു വ്യക്തി എത്ര വേഗത്തിലാണ് താഴേക്ക് എത്തിക്കുന്നത് എന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. വിചാരിച്ച പോലെ തിരിച്ചടിക്കാൻ പറ്റിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിധി കാത്തുവെച്ച വലിയൊരു തിരിച്ചടിയുണ്ട്. പിതാവ് CH പടുത്തുയർത്തിയ കോഴിക്കോട് നടക്കാവിലെ ക്രസന്റ് ഹൗസ് എന്ന പ്രൗഢഗംഭീരമായ തറവാട് വീടാണ് ഇന്ന് ലേലത്തിന് വക്കിലെത്തി നിൽക്കുന്നത്. വീട് നവീകരണത്തിനായി എടുത്ത വായ്പയുടെ കുടിശ്ശിക 58 ലക്ഷം രൂപയായി പെരുകിയതോടെയാണ് ബാങ്ക് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം 48 ലക്ഷം രൂപയായി കുറച്ചു നൽകിയിട്ടും അത് അടച്ചു തീർക്കാൻ മുൻ മന്ത്രി കൂടിയായ മുനീറിന് സാധിച്ചില്ല എന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ മാസം 31-നകം പണമടച്ചില്ലെങ്കിൽ CHന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് ബാങ്ക് പിടിച്ചെടുക്കും. ആൾക്കൂട്ടത്തിലെ ഏകാന്തത. സമ്പന്നമായ പാർട്ടിയുടെ മന്ത്രിയായിരിക്കുമ്പോഴും ഭരണത്തിൻ്റെ ചക്രം തിരിക്കുമ്പോഴും കൂടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എവിടെ പോയി എന്നതാണ് പ്രസക്തമായ ചോദ്യം. നമുക്കെല്ലാം ഉള്ളപ്പോൾ നിഴലുകൾ പോലെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ കൈ ഒന്ന് തളരുമ്പോൾ ആദ്യം പിൻവാങ്ങും. സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ നിസ്സഹാവസ്ഥ തുറന്നു പറയേണ്ടി വരുന്നത് അധികാരത്തിൻ്റെ ലോകം എത്രത്തോളം കൃത്രിമമാണെന്ന് തെളിയിക്കുന്നു. നമ്മുടെ വേദനയിൽ നാം ഒറ്റയ്ക്കാണ്. ഈ ലേഖനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണിത്. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ 1000 പേരെത്തും, പക്ഷെ വേദനയിൽ നമ്മുടെ കൂടെ ആരും കാണില്ല. സ്വന്തം വീട് ജപ്തിയിലേക്ക് നീങ്ങുമ്പോൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഒടുവിൽ കൈമലർത്തേണ്ടി വരുന്നത് വലിയൊരു നോവാണ്. ഓരോ സാധാരണക്കാരനും തൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും നിക്ഷേപങ്ങളിലും എത്രത്തോളം ജാഗ്രത പാലിക്കണം എന്നതിന് മുന്നറിയിപ്പാണിത്. ജീവിതം പഠിപ്പിക്കുന്നത് വിനയം കൈവിടരുത്, അധികാരം ഒരിക്കലും സ്ഥിരമല്ല, കരുതി വയ്ക്കുക. നാളെയുടെ അനിശ്ചിതത്വങ്ങൾക്കായി ഒരു കരുതൽ എപ്പോഴും വേണം. യാഥാർത്ഥ്യം തിരിച്ചറിയുക. പ്രശംസിക്കുന്നവരല്ല, പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ഉള്ളപ്പോൾ എല്ലാവരും കാണും, ഇല്ലാത്തപ്പോൾ നിഴൽ പോലും കൂടെയുണ്ടാവില്ല. MK മുനീറിൻ്റെ അനുഭവം വെറുമൊരു വാർത്തയല്ല, മറിച്ച് നാം ഓരോരുത്തർക്കുമുള്ള ഒരു തിരിച്ചറിവാണ്. നിങ്ങളുടെ സഹോദരൻ ജെറിപ്പൂവക്കാല. അദ്ദേഹം അത്രമാത്രം അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു പനിനീർ പൂവ് പോലെ ശുദ്ധാത്മാവാണ്, സുഗന്ധം പേറുന്ന നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ തീർക്കാനും ദീർഘായുസ്സുണ്ടാവാനും ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന.